ഗുഡ് മോർണിംഗ് ഓൾ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പുൻമിയ ടെസ്റ്റിലെ പ്രോബ്ലംസ് ആണ്. കഴിഞ്ഞ ദിവസത്തെ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ബാക്കി പ്രോബ്ലംസ് ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഈ കൊടുത്തിരിക്കുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ ക്ലാസ്സിൽ അതിൻ്റെ ഒരു ഇക്വേഷൻ ഒന്നും പഠിച്ചിട്ടില്ല, കാര്യം നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ ആ ഒരു പ്രോബ്ലം ടെക്സ്റ്റ് ബുക്കിൽ കണ്ടുകൊണ്ട് ഞാനത് പറയുന്നതേ ഉള്ളൂ. ചെറിയൊരു ഇക്വേഷൻ, കുഞ്ഞു ഇക്വേഷൻ. അപ്പോൾ പിന്നെ അത് പഠിക്കുന്നതിന് അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഇൻ കേസ് വന്നാൽ ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു വന്നാൽ അറ്റൻഡ് ചെയ്യാതിരിക്കണ്ടല്ലോ, അപ്പം അങ്ങനെ ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അപ്പം ക്വസ്റ്റ്യൻ നോക്കാം. ടേബിൾ ബിലോ ഗിവ്സ് ദി ഡീറ്റെയിൽസ് ഫോർ എ സർട്ടൻ ക്രോപ്പ് യൂസിങ് ബ്ലെയിനി ക്രിഡിൽ ഇക്വേഷൻ. അപ്പം നമ്മൾ അങ്ങനെ ഇക്വേഷൻ പഠിച്ചിട്ടൊന്നും ഇല്ല. അത് കൺസെപ്റ്റ് യൂസ് ഓഫ് വാട്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു ഇക്വേഷനാണ്. എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. അപ്പം ബ്ലെയിനി ക്രിഡിൽ ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. പിന്നെ തന്നിരിക്കുന്നത് എ ക്രോപ്പ് ഫാക്ടർ കെ ഈക്വൽ ടു 0.75. ഓക്കെ, ഒരു ഫാക്ടർ കെ തന്നിട്ടുണ്ട്. ഇത് ഡിറ്റർമൈൻ ചെയ്യേണ്ടത് ഒന്ന് കൺസെപ്റ്റീവ് യൂസ്, രണ്ടാമത്തത് കൺസെപ്റ്റീവ് ഇറിഗേഷൻ റിക്വയർമെന്റ് അല്ലെങ്കിൽ CIR എന്ന് പറയാം, മൂന്നാമത്തത് ഫീൽഡ് ഇറിഗേഷൻ റിക്വയർമെന്റ് അല്ലെങ്കിൽ FIR. ഇതൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. കൺസെപ്റ്റീവ് യൂസ് എന്താണെന്നുള്ളതും FIR-ഉം CIR ഒക്കെ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോർഷൻസ് പഠിച്ചപ്പം. അപ്പോൾ അതെല്ലാം കണ്ടുപിടിക്കുക. ഇഫ് വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി ഈസ് 0.7, വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി തന്നിട്ടുണ്ടെങ്കിൽ FIR കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ലാറ്റിറ്റ്യൂഡ് ഓഫ് ദി പ്ലേസ് ഇസ് 30 ഡിഗ്രി നോർത്ത്, അങ്ങനെ ഒരു വാല്യൂ കൂടെ തന്നിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ലാറ്റിറ്റ്യൂഡിന് ഇമ്പോർട്ടൻസ് ഉള്ള പ്രോബ്ലംസ് വേറെ ഉണ്ട്, പക്ഷേ ഈ ഒരു പ്രോബ്ലത്തിൽ അതിൻ്റെ ആ 30 ഡിഗ്രി നോർത്തിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഓക്കെ, അപ്പം നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പം ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു ടേബിൾ തന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ആ ടേബിളാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന സൊല്യൂഷന് തൊട്ട് മേലെയുള്ള ടേബിൾ ക്വസ്റ്റിനുള്ള ടേബിളാണ്. അപ്പം മന്ത്, ഓരോ മന്ത്സ് എഴുതിയിട്ടുണ്ട്. ഓരോ മന്തിലെ ഉള്ള ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. മന്ത്ലി ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിൽ ആവറേജ് ടെമ്പറേച്ചർ ആണ്, അത് തന്നിട്ടുണ്ട്. അടുത്ത കോളം മന്ത്ലി പെർസെൻറ്റേജ് ഓഫ് ഡേ ടൈം അവേഴ്സ് ഓഫ് ദി ഇയർ, അങ്ങനെ ഒരു ടേം. മന്ത്ലി പെർസെൻറ്റേജ് ഓഫ് ഡേ ടൈം അവേഴ്സ് ഓഫ് ദി ഇയർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഒന്ന് രണ്ട് വാല്യൂസ് ഓരോ മാസത്തെ തന്നിട്ടുണ്ട്. അടുത്ത കോളം യൂസ്ഫുൾ റെയിൻഫോൾ, നവംബർ മാസത്തിൽ ഏതെങ്കിലും റെയിൻഫോൾ മീൻസ് റെയിൻഫോൾ പെയ്തിട്ടുണ്ടോ അതിൻ്റെ സെൻറ്റിമീറ്ററിലുള്ള ഡെപ്ത് തന്നിട്ടുണ്ട്. അപ്പം ആകപ്പാട് ഇതിൽ ഡിസംബറിലും ജനുവരിയിലേ ഉള്ളൂ റെയിൻഫോൾ സെൻറ്റിമീറ്ററിൽ തന്നിട്ടുള്ളത്. അപ്പം അന്നേ മഴ പെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും ഡാറ്റാസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് നേരത്തെ പറഞ്ഞ ആ മൂന്നെണ്ണം, കൺസെപ്റ്റ് യൂസും FIR-ഉം CIR-ഉം. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പം നോക്കിയേ, ദ ഡാറ്റ ഓഫ് കോളം 3 ഓഫ് ദി ടേബിൾ ആർ ടേക്കൻ ഫ്രം ദി ടേബിൾ 3.9. അത് പുൻമിയയുടെ ടെസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. പുൻമിയ ടെസ്റ്റ് 3.9 എന്ന ടേബിൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ആ ടേബിളിൽ പറഞ്ഞിരിക്കുന്ന വാല്യൂസ് ഒക്കെയാണ് ഈ മന്ത്ലി പെർസെൻറ്റേജ് ഓഫ് ഡേ ടൈം അവർ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. ഓക്കെ, അതങ്ങനെ ടേബിളിലുണ്ട്. അപ്പം നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കൺസെപ്റ്റീവ് യൂസ് കമ്പ്യൂട്ട് ചെയ്യണം. ഏത് വെച്ചിട്ടാണ്? ബ്ലെയിനി ക്രിഡിൽ ഇക്വേഷൻ വെച്ചിട്ട്. ഓക്കെ, അപ്പം ബ്ലെയിനി ക്രിഡിൽ ഇക്വേഷനാണ് തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നത്. CU ഈക്വൽ ടു K ഇൻറ്റു സിഗ്മ ഓഫ് എഫ്. അപ്പം എന്താ? K ഇൻറ്റു സിഗ്മ ഓഫ് എഫ്. അപ്പം CU ആണ് കണ്ടുപിടിക്കേണ്ടത്. കെയുടെ വാല്യൂ ക്വസ്റ്റിന് തന്നിട്ടുണ്ടല്ലേ, എന്തോ ക്രോപ്പ് ഫാക്ടർ എന്ന് വെച്ചിട്ട്. അപ്പം ആ വാല്യൂ 0.75 തന്നിട്ടുണ്ടായിരുന്നു. ഇനി എഫ് കണ്ടുപിടിക്കണം, അതും സിഗ്മ എഫ്, മൊത്തത്തിലുള്ള എഫ്. ഓരോ മാസത്തെയും എഫ് കണ്ടുപിടിച്ചിട്ട് അത് സം ചെയ്യുക. അപ്പം നമുക്ക് സിഗ്മ എഫ് കിട്ടും. അപ്പോൾ എന്തെടുക്കണം? ഒരു ടേബിൾ വരയ്ക്കുക, മന്ത് താഴോട്ട് എഴുതുക, ടെമ്പറേച്ചർ താഴോട്ട് എഴുതുക. ആ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലോ 19, 16 എന്നൊക്കെ പറഞ്ഞാൽ അതെല്ലാം എഴുതുക. അടുത്തത് മന്ത്ലി പെർസെൻറ്റേജ് ഓഫ് ഡേ ടൈം അവേഴ്സ്, അതിനെ നമ്മൾ P വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം P പെർസെൻറ്റേജിലുള്ള വാല്യൂ ആണല്ലോ, അപ്പം 7.19 അത് അങ്ങനെ താഴോട്ട് എഴുതുക നേരെ. ഇനി എഫ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ എഫ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിക്കുക, ആ CU ഈക്വൽ ടു K ഇൻറ്റു സിഗ്മ എഫ് എന്ന് പറഞ്ഞിട്ടില്ലേ, അവിടെ വേർ എഫ് ഈക്വൽ ടു P/40 ഇൻറ്റു 1.8 ഇൻറ്റു സ്മോൾ t പ്ലസ് 32. ആ ഒരു ഇക്വേഷൻ കണ്ടില്ലേ, അവിടെ തൊട്ട് പിയുടെ വാല്യൂം ടിയുടെ വാല്യൂ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി ഓരോ മാസത്തെ. ഇപ്പം നവംബറിലെ ആകുമ്പം 19-ഉം 7.19-ഉം അല്ലേ. അപ്പം എന്താണ്? 7.19 ഡിവൈഡ് ബൈ 40 ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് 1.8 ഇൻറ്റു 19 പ്ലസ് 32. അത്രയും ചെയ്യുമ്പോൾ നമുക്ക് 11.9 എന്ന് കിട്ടും. അവിടുത്തെ എഫ്. അടുത്തത് ഡിസംബറിലത് അതുപോലെ തന്നെ അവിടുത്തെ സ്മോൾ ടിയും P പെർസെൻറ്റേജ് ഉള്ളതും കൂടെ ഇട്ടുക, അവിടുത്തെ എഫ് കിട്ടും. അങ്ങനെ ഓരോ മാസത്തെയും കണ്ടുപിടിക്കുക. ടോട്ടൽ എഫ് സിഗ്മ എഫ് 42.4 എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്തെടുക്കണം? ജസ്റ്റ് അതിനും കൂടെ അത് ആ കെയുടെ വാല്യൂവിനോട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. CU ഈക്വൽ ടു K ഇൻറ്റു സിഗ്മ എഫ് എന്നാണ്. അപ്പം 0.75 ഇൻറ്റു ഇപ്പം കിട്ടിയ 42.4. അപ്പം നമുക്ക് കൺസെപ്റ്റീവ് യൂസ് ഓഫ് വാട്ടർ, അത് സെൻറ്റിമീറ്ററിലാണ് നമ്മൾ പറയുന്നത്, അത് സെൻറ്റിമീറ്ററിൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? CIR-ന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്.
അപ്പം അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഉള്ള ഇക്വേഷൻ എന്ന് വെച്ചാൽ CU മൈനസ് RE. RE എന്ന് വെച്ചാൽ എഫക്റ്റീവ് റെയിൻഫോൾ ആണ്. അപ്പം ഇവിടെ ക്വസ്റ്റിനകത്ത് 2 മാസവും റെയിൻഫോൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എഫക്റ്റീവ് റെയിൻഫോൾ എന്ന് പറയുമ്പോൾ ആ രണ്ടും ആഡ് ചെയ്യണം. അപ്പം ഡിസംബറിൽ മാത്രമേ ഉള്ളായിരുന്നു മഴയെങ്കിൽ 1.2 മാത്രമേ ആ ഒരു കോളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ജസ്റ്റ് 1.2 ആയിരുന്നു അവിടുത്തെ REയുടെ വാല്യൂ. ഇവിടെ പക്ഷേ 1.2 ഉണ്ട്, ജനുവരിയിൽ 0.8 സെന്റിമീറ്ററും കിട്ടി. അപ്പോൾ രണ്ടുകൂടെ ആഡ് ചെയ്യണം. അങ്ങനെ 1.2 പ്ലസ് 0.8 ചെയ്യുമ്പോൾ നമുക്ക് REയുടെ വാല്യൂ, എഫക്റ്റീവ് റെയിൻഫോളിന്റെ വാല്യൂ സെന്റിമീറ്ററിൽ കിട്ടും. ഇനി CIR കാണാൻ ലൊക്കേഷൻ എന്ന് വെച്ചാൽ CU മൈനസ് RE. നമ്മളിപ്പോൾ കണ്ടുപിടിച്ച 31.8 മൈനസ് 2 എന്ന് കഴിയുമ്പോൾ നമുക്ക് അവിടുത്തെ CIR കിട്ടും. ഇനി NIR കണ്ടുപിടിക്കണം. NIR കണ്ടുപിടിച്ചാലേ നമുക്ക് FIR കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ, ഫീൽഡ് ഇറിഗേഷൻ റിക്വയർമെന്റ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം NIR എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പുൺമയ ടെസ്റ്റ് ഉണ്ടെങ്കിൽ എടുത്ത് നോക്കിയാൽ മതി. അതിന് ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ CU മൈനസ് RE പ്ലസ് വാട്ടർ ലോസ്റ്റ് ബൈ ഡീപ് പെർക്കുലേഷൻ എന്നൊരു വാല്യൂ ആണ്. അപ്പം എന്താണ്, തൊട്ട് മുന്നത്തെ ആ CIRന്റെ ഇക്വേഷൻ ഇല്ലേ, അതിൻ്റെ കൂടെ ഒരു പ്ലസ് വാട്ടർ ലോസ്റ്റ് ഇൻ ഡീപ് പെർക്കുലേഷൻ എന്നൊരു വാല്യൂ ആണ്. ഈ ഒരു കേസിനകത്ത് നമുക്ക് ക്വസ്റ്റിനകത്ത് അങ്ങനെ ഒരു വാല്യൂ തന്നിട്ടില്ല അല്ലേ, വാട്ടർ ലോസ്റ്റ് ഡീപ് പെർക്കുലേഷൻ വഴി ഇത്രയും വെള്ളം ലോസ്റ്റ് ആയി എന്നുള്ള വാല്യൂ തന്നിട്ടില്ല. അപ്പം എന്താണ്, ആ ഒരു ടേം ഇല്ല. ബാക്കി എന്താ ഉള്ളത്, CU മൈനസ് RE എന്നുള്ള വാല്യൂ മാത്രം. അതെന്ന് വെച്ചാൽ എന്താ, തൊട്ട് മുന്നേ പറഞ്ഞ CIR തന്നെയല്ലേ, അതുകൊണ്ടാണ് ഇവിടെ എഴുതിക്കുന്നത്. NIR എന്ന് പറഞ്ഞാൽ ഇവിടെ CIR തന്നെയാണ്. കാരണം ഇവിടെ നോ വാട്ടർ ഇസ് യൂസ്ഡ് ഫോർ ഡീപ് പെർക്കുലേഷൻ വഴി ഒന്നും വെള്ളം പോയിട്ടില്ല, അതുകൊണ്ട് സെയിം വാല്യൂ തന്നെയാണ്. അപ്പോൾ NIR കിട്ടി. ഇനിയിപ്പോൾ FIR കണ്ടുപിടിക്കാൻ എന്തെടുക്കണം, തൊട്ട് മുന്നേ കിട്ടി NIR ഡിവൈഡഡ് ബൈ വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ വന്നിട്ടുണ്ടായിരുന്നു, 70% എന്നായിരുന്നു തോന്നുന്നു. അപ്പോൾ അത് 29.8 ഡിവൈഡ് ബൈ 0.7 ചെയ്യുക. അപ്പം അത്രയും സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ട് FIRന്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ആ രണ്ട് ഇക്വേഷൻ, കുഞ്ഞ് ഇക്വേഷൻ CU ഈക്വൽ ടു സിഗ്മ F ഇൻറ്റു K എന്നുള്ള ഇക്വേഷനും F കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും പഠിച്ചാൽ മാത്രം മതി. ബാക്കി CIR എന്ന് വെച്ചാൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, NIR എന്താണ്, FIR എന്താണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഈ പ്രോബ്ലം വന്നാൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം കൺസെപ്റ്റ് യൂസ് എന്താണെന്നുള്ളതൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ സിലബസ് നോക്കി പഠിപ്പിച്ചായിരുന്നു. അപ്പോൾ അതിന് ഇക്വേഷനോടൊന്ന് അറിഞ്ഞു വെക്കുക. അത് പല ഇക്വേഷൻസ് ഉണ്ട്, ഓരോ ആൾക്കാരുടെയും. ഇപ്പോൾ നമ്മൾ എംപിരിക്കൽ ഫോർമുലാസ് പറയത്തില്ല, അതനുസരിച്ച് പല ആൾക്കാരുടെയും പെൻമാൻസ് ഇക്വേഷൻ ഉണ്ട്. അങ്ങനെ ഇപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിനകത്ത് ബ്ലെയിനി ക്രിഡിൽ ഇക്വേഷൻ വെച്ചിട്ടുള്ളത് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു ഇക്വേഷനാണ് ഇപ്പോൾ ഇത്. അപ്പം കൺസെപ്റ്റ് യൂസ് ഡെഫിനിഷൻ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആ ഡെഫിനിഷൻ എഴുതുക. അതിൻ്റെ വി ക്യാൻ ഫൈൻഡ് കൺസെപ്റ്റ് യൂസ് യൂസിങ് ദി ഫോർമുല ബ്ലെയിനി ക്രിഡിൽ ഇക്വേഷൻ എന്ന് വെച്ചിട്ട് ഈ ഒരു ഇക്വേഷനും അതിലെ ഓരോ ടേംസ് എന്താണെന്നുള്ളതൊക്കെ എഴുതി നമുക്ക് കുറച്ചുകൂടെ മാർക്ക് കിട്ടാൻ സ്കോപ്പ് ഉണ്ട്. ഓക്കെ, അങ്ങനെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ അറ്റൻഡ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തില്ലേ, കഴിഞ്ഞ ദിവസത്തെ WRL ഞാൻ വീഡിയോ ലെക്ചർ ഇട്ടില്ലായിരുന്നു പ്രോബ്ലംസിൻ്റെ, അതിൽ പറഞ്ഞിരിക്കുന്ന ടൈപ്പ് ഓഫ് പ്രോബ്ലം തന്നെയാണ് ഇത്. കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് ഉണ്ടായിരുന്നു, പുൺമയ ടെസ്റ്റ് തന്നെ, കുറച്ച് ക്വസ്റ്റ്യൻസ്, എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിനകത്ത് എടുത്താണ് നോക്കി. വീറ്റ് ഈസ് ടു ബി ഗ്രോൺ ഇൻ ഫീൽഡ് ഹാവിങ് എ ഫീൽഡ് കപ്പാസിറ്റി ഈക്വൽ ടു 27%. അപ്പോൾ അവിടെ ഫീൽഡ് കപ്പാസിറ്റി എത്രയാണ്, 27. പെർമനന്റ് വിൽട്ടിംഗ് പോയിന്റ് വന്നിട്ടുണ്ട് 13%. കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് സ്റ്റോറേജ് കപ്പാസിറ്റി ഇൻ 18 സെന്റിമീറ്റർ ഡെപ്ത് ഓഫ് സോയിൽ. അപ്പം ഡിയുടെ വാല്യൂ 18 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റോറേജ് കപ്പാസിറ്റി കണ്ടുപിടിക്കണം. ഇഫ് ദി ഡ്രൈ യൂണിറ്റ് വെയിറ്റ് ഓഫ് ദി സോയിൽ ഇസ് 1.5 gram per cc. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ പ്രവർത്തനത്തൊക്കെ kN/m³, എനിക്ക് ആ ഒരു യൂണിറ്റിലായിരുന്നു നമുക്ക് ഗാമ ഡി തന്നുകൊണ്ടിരുന്നത്. ഈ ഒരു പ്രോബ്ലത്തിനകത്ത് gram per cc-ലാണെന്നേ ഉള്ളൂ. അപ്പോൾ എന്തെടുക്കണമെന്ന് വെച്ചാൽ gram per cc ആണ് ഗാമ ഡി തന്നിരിക്കുന്നത്, ഡ്രൈ യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ തന്നിരിക്കുന്നത്. അപ്പം യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടറും നമ്മൾ gram per cc-ലായിരിക്കണം. അപ്പോൾ അത് gram per cc-ലാണെങ്കിൽ ഗാമ W എന്ന് പറയുന്നത് 1 ആണ്, 1 gram per cc ആണ് വാല്യൂ. മറ്റിടത്ത് നമ്മൾ kN/m³ പറഞ്ഞപ്പോൾ അത് 9.81 എന്നല്ലേ ചെയ്തത്. ക്വസ്റ്റിനകത്ത് മറ്റേ ഗാമ ഡി gram per cc-ലാണ് തന്നിരിക്കുന്നെങ്കിൽ ഡിനോമിനേറ്ററും gram per cc ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ വാല്യൂ 1 ആണ് കേട്ടോ, അത് മനസ്സിൽ ഓർത്ത് വെക്കുക. ക്വസ്റ്റിന് വരുന്നതനുസരിച്ച് അത് മാറ്റി എഴുതിക്കണം. അപ്പം ഗാമ W അവിടെ 1 gram per cc ആണെന്ന് മനസ്സിൽ ഓർക്കുക, കാര്യം അത് ക്വസ്റ്റിന് തരത്തില്ല, നമ്മൾക്ക് തെറ്റിക്കാൻ വേണ്ടി അവർ തരായിരിക്കും. ഓക്കെ, അടുത്തത് അപ്പം എന്താണ്, ഇത്രയും വെച്ചിട്ട് നമ്മൾ ആദ്യം സ്റ്റോറേജ് കപ്പാസിറ്റി കണ്ടുപിടിക്കണം. അപ്പം നോക്കിയേ, സൊല്യൂഷൻ നോക്കിയേ. മാക്സിമം സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് വെച്ചാൽ എന്താ, ശരിക്കും അവൈലബിൾ മോയ്സ്ചർ ആണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഗാമ ഡി ബൈ ഗാമ W ഇൻറ്റു ഡി, ബ്രാക്കറ്റിനകത്ത് ഫീൽഡ് കപ്പാസിറ്റി മൈനസ് പെർമനന്റ് വിൽട്ടിംഗ് പോയിന്റിന്റെ ആ ഒരു പെർസെൻറ്റേജ്. അപ്പോൾ എന്താണ്, 1.5 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഡിവൈഡ് ബൈ 1 ഇൻറ്റു 80 സെന്റിമീറ്ററിന്റെ 80, ബ്രാക്കറ്റിനകത്ത് 0.27 എന്ന് വെച്ചാൽ 27%. റേഷ്യോയിലാണല്ലോ എഴുതുന്നത്, 0.27 മൈനസ് 0.13.
അത്രയും ചെയ്യുമ്പോൾ സെൻറ്റിമീറ്ററിൽ നമുക്ക് ആൻസർ കിട്ടും. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സെൻറ്റിമീറ്ററിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമുക്ക് ഡെപ്ത് സെൻറ്റിമീറ്ററിലാണല്ലോ നമ്മൾ അത് ഇട്ടിരിക്കുന്നത്. ആ ഡെപ്തിൻ്റെ ആ ഒരു വാല്യൂവിൽ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, നമ്മൾ ഡെപ്ത് എങ്ങനെ ഇടുന്നു എന്നുള്ളതിൽ. അല്ലെങ്കിൽ ആ 80 സെൻറ്റിമീറ്റർ നമ്മൾ മീറ്ററിലാക്കിയാണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ ആൻസർ മീറ്ററിൽ കിട്ടിയേനെ. ഓക്കെ, അപ്പോൾ നമുക്ക് മാക്സിമം സ്റ്റോറേജ് കപ്പാസിറ്റി കിട്ടി. ഇനി അടുത്ത ബാക്കിയുണ്ട്. ഇഫ് ദി ഇറിഗേഷൻ വാട്ടർ ഈസ് ടു ബി സപ്ലൈഡ് വെൻ ദി ആവറേജ് സോയിൽ മോയ്സ്ചർ ഫോൾസ് ടു 18%. എന്ന് വെച്ചാൽ സോയിലിൻ്റെ മോയ്സ്ചർ 18% ആയി കഴിയുമ്പോൾ നമ്മൾ പിന്നെയും ഇറിഗേഷൻ വാട്ടർ കൊടുക്കുകയാണെങ്കിൽ ഫൈൻഡ് ദി വാട്ടർ ഡെപ്ത് റിക്വയർ ടു ബി സപ്ലൈഡ് ടു ദി ഫീൽഡ് ഇഫ് ദി ഫീൽഡ് ആപ്ലിക്കേഷൻ എഫിഷ്യൻസി ഈസ് 80%. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ ഡെപ്ത് ഓഫ് വാട്ടർ, ഇറിഗേഷൻ വാട്ടർ എന്തുമാത്രം നമ്മൾ ഇനി കൊടുക്കണം. കാര്യം നമ്മുടെ സോയിലിൻ്റെ മോയ്സ്ചർ ലെവൽ അങ്ങ് 18%ഓളം താന്നു. അപ്പോൾ എന്താണ്, ഒന്നും കൂടെ നമ്മൾ ഈ അവൈലബിൾ മോയ്സ്ചർ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് ഇറിഗേഷൻ വാട്ടർ എന്തുമാത്രം വേണം എന്നുള്ളത് കണ്ടുപിടിക്കണം. അതിന് സെയിം ഇക്വേഷൻ തന്നെ അവിടെ FC മൈനസ് പെർമനന്റ് ബിൽഡിംഗ് പോയിന്റ് അവിടെ WCക്ക് വരെ MO ആവുന്നേ ഉള്ളൂ. MOയുടെ വാല്യൂ ആണ് ഇപ്പോൾ പറഞ്ഞ 18%. അപ്പോൾ അത് 18 എന്നാവും. അത് ചെയ്യുക, 0.18 എന്നാവും. അപ്പോൾ അത്രയും സെൻറ്റിമീറ്റർ അവിടെ കിട്ടി. ഇനിയും നമുക്ക് ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് 18% അവിടെ 80% അവിടെ ഫീൽഡ് ആപ്ലിക്കേഷൻ എഫിഷ്യൻസി ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തെടുക്കണം, ഇപ്പോൾ കിട്ടിയ ഡെപ്ത് ഓഫ് ഇറിഗേഷൻ വാട്ടർ ഇല്ലേ, അതേ ഡിവൈഡ് ബൈ 80% എന്ന് വെച്ചാൽ 0.8 അല്ലേ, ഡിവൈഡ് ബൈ 0.8 ചെയ്യുമ്പം അത്രയും ഫീൽഡ് ഇറിഗേഷൻ റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ FIR കിട്ടും. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡി പാർട്ട് എന്ന് വെച്ചാൽ വാട്ട് ഈസ് ദി എമൗണ്ട് ഓഫ് വാട്ടർ നീഡഡ് അറ്റ് ദി കനാൽ ഔട്ട്ലെറ്റ് ഇഫ് ദി വാട്ടർ ലോസ്ഡ് ഇൻ ദി വാട്ടർ കോഴ്സ് ആൻഡ് ദി ഫീൽഡ് ചാനൽ ഇസ് 15% ഓഫ് ദി ഔട്ട്ലെറ്റ് ഡിസ്ചാർജ്. അതെന്താണ്, ഇപ്പം കിട്ടിയൊരു വാല്യൂ ഇല്ലേ, അതാണ് ഫീൽഡ് ഇറിഗേഷൻ റിക്വയർമെൻറ്റ്. ഇതിലെ 15% ഓഫ് വാട്ടർ ലോസ്റ്റ് ആയെന്ന് വിചാരിക്കുക. ബാക്കി എത്ര എമൗണ്ട് ഓഫ് വാട്ടർ അവിടെ കിട്ടുന്നുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കേണ്ടത്. അപ്പം 13.5 സെൻറ്റിമീറ്റർ അത് മേളത്തെ ന്യൂമിനേറ്റർ ഡിവൈഡ് ബൈ 8.85. അതെങ്ങനെയാണ് വന്നത്, മൊത്തം 100% ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ 15% ലോസ്റ്റ് ആയി, ബാക്കി എത്രയുണ്ട്, 85% അല്ലേ. അപ്പോൾ അതാണ് 13.5 ഡിവൈഡ് ബൈ 85%-ൻ്റെ ആണ് 0.85 എന്നാക്കിയിരിക്കുന്നത്. അത് എത്രയാണെന്ന് കണ്ടുപിടിക്കുക, അത്രയും സെൻറ്റിമീറ്റർ. ഇപ്പോൾ ഇവിടെ 15.9 സെൻറ്റിമീറ്റർ കിട്ടും. അങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. മറ്റേതിനേക്കാൾ തൊട്ട് മുന്നേ പറഞ്ഞതിനേക്കാൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ അധികം സ്റ്റെപ്പും ഇല്ല, അവർക്ക് വേണമെങ്കിൽ ഒരു 7-8 മാർക്കിന് ചോദിക്കാനേ ഉള്ളൂ. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ നോക്കുക, സിമ്പിളാണ്, ഒന്ന് രണ്ട് പ്രാവശ്യം നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇതും വരാൻ ചാൻസ് ഉള്ളതാണ്. നമ്മൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ അന്ന് ഇറിഗേഷൻ്റെ ആ ചാപ്റ്റർ പഠിച്ചപ്പം WREയുടെ മൊഡ്യൂൾ 3 ആണല്ലോ, മൊഡ്യൂൾ 3യുടെ പാർട്ട് 4 എന്ന ലെക്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇതേമാതിരിയുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, നോക്കാം. എ കനാൽ ടേക്സ് ഓഫ് എ റിസർവെയർ ടു ഇറിഗേറ്റ് ദി ഏരിയാസ് അസ് ഷോൺ ഇൻ ദി ടേബിൾ തന്നിരിക്കുന്ന അനുസരിച്ചാണ് ഒരു കനാല് വഴി നമ്മൾ റിസർവെയറിൽ നിന്ന് ഏരിയ ഇറിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 40% ഓഫ് ദി വാട്ടർ റിക്വയർഡ് ഫോർ ഇറിഗേഷൻ ഈസ് അസ്യൂം ടു ബി അവൈലബിൾ ഡയറക്ട്ലി ഫ്രം പ്രസിപ്പിറ്റേഷൻ. ഇനിയും നമുക്ക് വെള്ളം കൊടുക്കേണ്ട ആ ഇറിഗേഷൻ വാട്ടറിൻ്റെ, അല്ലെങ്കിൽ അങ്ങോട്ട് ഫീൽഡിലോട്ട് എത്തേണ്ട ഇറിഗേഷൻ വാട്ടറിൻ്റെ ഒരു 40%ഓളം മഴയായിട്ട് തന്നെ കിട്ടുകയെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചാനൽ കൺവെയൻസ് ലോസ് അത് 15%-ഉം റിസർവെയർ ലോസസ് 10%-ഉം ആണെന്ന് കൊണ്ട് വിചാരിക്കുക. ഇങ്ങനെ 2 ലോസസും കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക. വാട്ട് വുഡ് ബി ദി കപ്പാസിറ്റി ഓഫ് ദി റിസർവെയർ നീഡഡ്? അപ്പം അങ്ങോട്ട് അല്ലെങ്കിൽ ആ കൊടുക്കേണ്ട റിസർവെയറിൻ്റെ കപ്പാസിറ്റി എന്തുമാത്രമായിരിക്കണം, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻ. ദ റിസർവർ ഈസ് ടു ബി ഫിൽഡ് ഓൺലി അറ്റ് വൺസ് എ ഇയർ. വർഷത്തിൽ ഒരിക്കലേ ആ റിസർവർ ഫില്ല് ചെയ്യത്തുള്ളൂ, അങ്ങനത്തെ ഒരു കാര്യം തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ മെയിൻലി കണ്ടുപിടിക്കേണ്ടത്, കപ്പാസിറ്റി ഓഫ് റിസർവർ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, പല ക്രോപ്സ് ഉണ്ട്, ഓരോന്നിൻ്റെയും ബേസ് പീരീഡ് തന്നിട്ടുണ്ട്, ഡേയ്സിലുള്ളത്. ഡ്യൂട്ടി അറ്റ് ദി ഫീൽഡ് അത് ഹെക്ടർ പെർ ക്യൂമിക്കിലുള്ള വാല്യൂ തന്നിട്ടുണ്ട്. ഏരിയ അണ്ടർ ഓരോ ക്രോപ്പും, വീറ്റ് എന്ന ക്രോപ്പ് 500 ഹെക്ടറിലാണ്, ഷുഗർ കെയിൻ എന്ന ക്രോപ്പ് 600 ഹെക്ടറിലാണ്, അങ്ങനെ ഒരു വാല്യൂ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യണം, കപ്പാസിറ്റി ഓഫ് റിസർവർ കണ്ടുപിടിക്കണം. അപ്പോൾ എന്തെടുക്കണം, ഒന്നുകൂടി ടേബിൾ വരയ്ക്കുക, ബേസ് പീരീഡ് എഴുതുക, ഡ്യൂട്ടി അറ്റ് ദി ഫീൽഡ് ഡിയുടെ വാല്യൂ എഴുതുക. ഇനി എന്തെടുക്കണം, ബിയുടെ വാല്യൂയും ഡ്യൂട്ടിയുടെ വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഡെൽറ്റ വാല്യൂ കണ്ടുപിടിക്കുക അല്ലേ, 8.64 ഇൻറ്റു B/D അത് ചെയ്യുക. അപ്പോൾ നമുക്ക് മീറ്ററിലുള്ള എന്ത് കിട്ടും, ഡെൽറ്റ വാല്യൂ കിട്ടും.
അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനിയും ഏരിയ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലോ, ഏരിയ അണ്ടർ ക്രോപ്പ്, അത് ആ ഒരു വാല്യൂസ് എഴുതുക. ഇനി എന്നിട്ട് അടുത്ത എന്താ വേണ്ടത്, ഓരോ ക്രോപ്പിനുള്ള വോളിയം കണ്ടുപിടിക്കണം അല്ലെ. വോളിയം ഈക്വൽ ടു ഓരോന്നിന്റെ ഡെൽറ്റ ഇൻറ്റു അതിന്റെ നേരെയുള്ള ഏരിയ, അത് ചെയ്യാം. 4 ഇൻറ്റു ആ കോളം നമ്പർ 4 ഇൻറ്റു കോളം നമ്പർ 5 ചെയ്യുമ്പം ഏരിയ ഇത് കിട്ടും, വോളിയം കിട്ടും. ഓരോ ക്രോപ്പിനുള്ള വാട്ടറിന്റെ എന്തുമാത്രം വോളിയം ഓഫ് വാട്ടർ വേണം എന്നുള്ളത് കിട്ടും. അതപ്പോൾ ഹെക്ടർ മീറ്ററിലേക്ക് ആ കിട്ടുന്ന ആൻസർ. ഓക്കെ, പിന്നെ ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്നത്, അപ്പൊ ഇതാണോ ആൻസർ, ഇതാണോ? അല്ല, നമുക്ക് ഇനിയും കുറച്ച് ലോസസ് ഒക്കെ ഉണ്ട്, അതും കൂടെ കൺസിഡർ ചെയ്യണം. അപ്പൊ അതെന്താന്ന് വെച്ചാൽ, ഹൗ എവർ 40% ഓഫ് ദി റിക്വയർഡ് വാട്ടർ ഈസ് അവൈലബിൾ ഫ്രം പ്രസിപ്പിറ്റേഷൻ. എന്ന് വെച്ചാൽ ഇത്രയും ഈ പറഞ്ഞിരിക്കുന്ന സിഗ്മ വി ഇല്ലേ, അത്രയും എമൗണ്ട് ഓഫ് വാട്ടർ ആണ് ശരിക്കും ആ ഒരു ഫീൽഡിലോട്ട് വേണ്ടത്, ഇത്രയും ക്രോപ്സ് വളരണമെങ്കിൽ. പക്ഷെ അതിൽ പറഞ്ഞിരിക്കുന്നത് ഇത്രയും വെള്ളം വേണമെങ്കിലും അതിലെ 40%ഓളം മഴയായിട്ട് കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഇനി റിസർവെയറിലോട്ട് എത്ര വേണം എന്നുള്ളത് അത് കുറച്ചിട്ടുള്ള കാര്യമല്ലേ വേണ്ടത്. അപ്പം എന്താണ്, 40% കിട്ടുമെങ്കിൽ 100%-ലെ 40% മഴയായിട്ട് കിട്ടുമെങ്കിൽ ബാക്കി റിസർവെയറിൽ വേണ്ടത് ബാക്കി 60% മതി അല്ലേ. അതാണ് എഴുതിയിരിക്കുന്നത്. ദെയർഫോർ കപ്പാസിറ്റി ഓഫ് റിസർവെയർ എന്ന് പറയുന്നത് ആ ഒരു വാല്യൂ 4548.3 ഇൻറ്റു 60%, അതാണ് 0.6 ഡിവൈഡഡ് ബൈ, ക്വസ്റ്റിനകത്ത് പറയുന്നുണ്ട് കൺവേയൻസ് ലോസ് 15% ആണെന്നും റിസർവെയർ ലോസ് 10% ആണെന്നും. അപ്പൊ ഡിവൈഡഡ് ബൈ 100-ൽ നിന്ന് 15 കുറച്ചാൽ എത്രയാ, 100%-ന് 15% കുറച്ചാൽ ബാക്കി 85% ആണ് അല്ലെ. അതുപോലെ തന്നെ 100%-ൽ നിന്ന് 10% കുറച്ചാൽ ബാക്കി 90% ആണ്. അപ്പം അതാണ് ഡിവൈഡഡ് ബൈ 0.85 ഇൻറ്റു 0.9 എന്ന് ചെയ്തിരിക്കുന്നത്. അത് ചെയ്യുക, ആ കിട്ടുന്ന ആൻസർ ആണ്, ആ കിട്ടുന്ന ഹെക്ടർ മീറ്ററിലുള്ള വാല്യൂ ആണ് ശരിക്കുമുള്ള ആ റിസർവെയറിൽ നമ്മൾ കൊടുക്കേണ്ട കപ്പാസിറ്റി എന്ന് പറയുന്നത്. അത്രയും കപ്പാസിറ്റി ഉള്ള റിസർവെയർ ആണ് വേണ്ടത്. നോക്കിയേ, നമുക്ക് ആദ്യം നോക്കിയപ്പോൾ ആദ്യം കിട്ടിയത് ടേബിളിൽ നിന്ന് കിട്ടിയത് 4500 സംതിങ് ആയിരുന്നു. ഇനി ബാക്കി ആ ലോസസ് ഒക്കെ കളഞ്ഞു, ബാക്കി കിട്ടിയത് ശരിക്കും കിട്ടേണ്ട ഇത്രയും കപ്പാസിറ്റി എന്ന് വെച്ചാൽ 3000 സംതിങ് കപ്പാസിറ്റി ഉള്ള റിസർവെയർ മാത്രം മതി നമുക്ക്, ബാക്കിയെല്ലാം ലോസസ് ആയിട്ട് പോകും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഇതുപോലത്തെ സെയിം പ്രോബ്ലം നമ്മൾ അന്ന് പഠിച്ചപ്പം ചെയ്തായിരുന്നു. ഓക്കെ, അപ്പം ഇങ്ങനത്തെ പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്, അത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്, സിമ്പിളാണ്. ദ ഗ്രോസ് കമാൻഡഡ് ഏരിയ ഫോർ എ ഡിസ്ട്രിബ്യൂട്ടർ ഈസ് 1000 ഹെക്ടേഴ്സ്. അപ്പം 1000 ഹെക്ടേഴ്സ് ആണ് ഗ്രോസ് കമാൻഡഡ് ഏരിയ. മൊത്തത്തിൽ ഇത്ര ഏരിയ ഉണ്ട്. ഇനി ഇതിലെ 75% ഓഫ് വിച്ച് ക്യാൻ ബി ഇറിഗേറ്റഡ്. ഇതിലെ 75% ആണ് നമുക്ക് ഇറിഗേഷൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ എന്താ അവിടുത്തെ കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ എന്ന് പറയുന്നത് ആ 10,000-ന്റെ 75%, 0.75 ചെയ്യുക. അപ്പം 7500 ഹെക്ടേഴ്സ്, ഇതാണ് അവിടുത്തെ CCA. ഇനിയും അത് വെച്ചിട്ടാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പം അടുത്തത്, ദ ഇന്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ ഫോർ റാബി സീസൺ ഇസ് 60% ആൻഡ് ദാറ്റ് ഫോർ കാരിഫ് സീസൺ ഇസ് 30%. അപ്പം ഇന്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ തന്നിട്ടുണ്ട് റാബി സീസണിലും കാരിഫ് സീസണിലും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏരിയ അണ്ടർ ഇറിഗേഷൻ കണ്ടുപിടിക്കാമല്ലോ. റാബി സീസണിൽ എന്തുമാത്രം ഏരിയ വേണ്ടി വരും, മൊത്തം 7500 ഉണ്ട്, അത് ഇൻറ്റു 60% എന്ന് പറയുമ്പോൾ ഇൻറ്റു 0.6 ചെയ്യുക, അത്രയും ഹെക്ടേഴ്സ് കിട്ടും. ഇനി ഏരിയ അണ്ടർ കാരിഫ് സീസണും അത്രയും ഹെക്ടേഴ്സ് ഇൻറ്റു 0.3 ചെയ്യുക, അപ്പം അത്രയും ഹെക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാരിഫ് സീസണിൽ വേണ്ട ഏരിയയും കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടത്, ഏരിയയും കിട്ടി, ബാക്കി എന്താ ഉള്ളത്, നമുക്ക് ക്വസ്റ്റിനകത്ത് നോക്കി അടുത്തത് ബാക്കി. ഇഫ് ദി ആവറേജ് ഡ്യൂട്ടി അറ്റ് ദി ഹെഡ് ഓഫ് ദി ഡിസ്ട്രിബ്യൂട്ടർ ഈസ് 2500 ഹെക്ടേഴ്സ് പെർ ക്യൂമക് ഫോർ റാബി സീസൺ ആൻഡ് 1000 ഹെക്ടേഴ്സ് പെർ ക്യൂമക് ഫോർ കാരിഫ് സീസൺ. അപ്പം ക്വസ്റ്റിനകത്ത് ഡ്യൂട്ടിയുടെ വാല്യൂ, ഡിയുടെ വാല്യൂ വന്നിട്ടുണ്ട് അല്ലേ. 2500 ഹെക്ടേഴ്സ് പെർ ക്യൂമക്കും 1000 ഹെക്ടേഴ്സ് പെർ ക്യൂമക്ക് എന്നുള്ള വാല്യൂ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്, ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്നത് ഡിറ്റർമൈൻ ദി ഡിസ്ചാർജ് റിക്വയർഡ് അറ്റ് ദി ഹെഡ് ഓഫ് ദി ഡിസ്ട്രിബ്യൂട്ടറി ഫ്രം ആവറേജ് ഡിമാൻഡ്. അപ്പം ഡിസ്ചാർജ് കണ്ടുപിടിക്കണം. അപ്പം ഓരോന്നിന്റെ ആദ്യം കണ്ടുപിടിക്കുക. റാബി സീസണിലുള്ള ഡിസ്ചാർജ് എന്ന് പറയുന്നത് റാബി സീസണിലെ ഏരിയ 4500 ഡിവൈഡ് ബൈ റാബി സീസണിലെ ഡ്യൂട്ടിയുടെ വാല്യൂ 2500 ചെയ്യുമ്പം 1.8 ക്യൂമക്ക് എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത കാരിഫ് സീസണിലെ അതുപോലെ തന്നെ ഡിസ്ചാർജ് കണ്ടുപിടിക്കുക. ഇനി നമുക്ക് വേണ്ടത് ഒരു വർഷത്തിലെ 2 സീസൺ ആണല്ലോ. റാബി സീസൺ കഴിഞ്ഞാൽ ഒരു സീസൺ, അത് കഴിഞ്ഞിട്ടാണെങ്കിലും കാരിഫ് സീസൺ നമ്മൾ തുടങ്ങുന്നത്. അപ്പം ഒരു വർഷത്തേക്കുള്ള റെക്യൂർഡ് ഡിസ്ചാർജ് ആണ്, ആ ഒരു കനാൽ വരെ എത്തേണ്ട വാല്യൂ ആണ്, വെള്ളത്തിന്റെ ഡിസ്ചാർജ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം എത്രയാണ് ഇതിലെ ഏറ്റവും മാക്സിമം വേണ്ടത് നമ്മൾ കൊടുക്കാൻ, കാര്യം എന്നാലല്ലേ നമുക്ക് കാരിഫ് സീസൺ വരുമ്പോഴും
റാബി സീസൺ വരുമ്പോഴും അത്രയും വെള്ളം അവിടെ എത്തത്തുള്ളൂ. ഇപ്പം നമ്മൾ ഇതിൽ ഏറ്റവും വലിയത് 2.25 ആണ്. അപ്പം അതാണ് ആൻസർ. ഇപ്പം നമ്മൾ 1.8 ക്യുമക്കെന്ന് കൊടുത്താൽ ക്യാരി സീസൺ വരുമ്പോൾ അത്രയും വെള്ളം 2.25 വേണം. 1.8 നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ എപ്പോഴും കിട്ടുന്നതിൻ്റെ മാക്സിമം വേണം കൊടുക്കാൻ. അവിടെ അപ്പം 2.25 ക്യുമക്ക് നമ്മൾ കനാലിൽ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഏത് ക്രോപ്പ് വന്നാലും, ക്യാരിഫ് ആണെങ്കിലും നമുക്ക് ആവശ്യത്തിന് വെള്ളം കൊടുക്കാം, റാബി ആണെങ്കിലും ആവശ്യത്തിന് വെള്ളം കൊടുക്കാം, ബാക്കി നമുക്ക് എക്സസ് ആയിട്ടുള്ളത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. അതുപോലത്തെ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, എ സർട്ടൺ ക്രോപ്പ് ഇസ് ഗ്രോൺ ഇൻ ആൻ ഏരിയ ഓഫ് 3000 ഹെക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ 3000 ഹെക്ടേഴ്സ് ഉള്ള ഒരു സ്ഥലം വിച്ച് ഈസ് ഫെഡ് ബൈ എ കനാൽ സിസ്റ്റം. അപ്പം അതിലോട്ട് വെള്ളം എത്തിക്കുന്നത് കനാൽ സിസ്റ്റം വഴിയാണ്. കുറച്ച് ഡാറ്റാസ് തന്നിട്ടുണ്ട്. ഫീൽഡ് കപ്പാസിറ്റി, ഒപ്റ്റിമം മോയ്സ്ചർ, അവിടുത്തെ പെർമനന്റ് വിൽട്ടിംഗ് പോയിന്റ്, എഫക്റ്റീവ് ഡെപ്ത് ഓഫ് റൂട്ട് സോണിന്റെ ഡെപ്ത് തന്നിട്ടുണ്ട്, റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് സോയിൽ, അതെന്താ SG ആണല്ലേ, ഗാമ ഡി ബൈ ഗാമ ഡബ്ല്യു, ആ വാല്യൂ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അപ്പം if the frequency of irrigation is 10%, okay, frequency of irrigation 10% ആണെങ്കിൽ, ഓവറോൾ എഫിഷ്യൻസി 23% ആണെങ്കിൽ, ഫൈൻഡ് ഡെയിലി കൺസെപ്റ്റീവ് യൂസ് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ വാട്ടർ ഡിസ്ചാർജ് ഇൻ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് അതും കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പം നമുക്ക് അവൈലബിൾ മോയ്സ്ചർ ആദ്യം കണ്ടുപിടിക്കുക അല്ലേ. SG DW = SG × സ്മോൾ d. ആ ഇക്വേഷൻ ഓർമ്മയുണ്ടല്ലോ, ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് FC - MO. MO എന്ന് പറയുന്നത് അവിടുത്തെ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള മോയ്സ്ചർ. അപ്പം 1.4 ക്വസ്റ്റിനെ പറയുന്നുണ്ട്, ഇൻറ്റു 80% എന്ന് ക്വസ്റ്റിനെ പറയുന്നുണ്ട്. ബ്രാക്കറ്റിനകത്ത് 0.26 അത് റേഷ്യോയിലാക്കുമല്ലോ. 0.26 - 0.12 ചെയ്യുമ്പം അത്രയും അവൈലബിൾ മോയ്സ്ചർ കിട്ടും. ഇനിയും നമ്മൾ 10 days കൂടുമ്പോഴാണ് ഇറിഗേഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് എന്ന് പറഞ്ഞാൽ അപ്പം ഡെയിലി ഉള്ള ഓരോ പ്ലാന്റും എടുക്കുന്നത് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പം എന്ന് വെച്ചാൽ ഈ DW എന്ന് പറയുന്നത് നമ്മൾ ഒറ്റ പ്രാവശ്യം ഇത്രയും എമൗണ്ട് ഓഫ് വെള്ളം കൊടുക്കും. അത് 10 ഡേയ്സിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഒരു ദിവസത്തെ ഡെയിലി എപ്പോൾ എത്രയായിരിക്കും, ആ കിട്ടുന്ന വാല്യൂ ഡിവൈഡ് ബൈ 10 ചെയ്യുക. അപ്പം അത്രയും സെൻറ്റിമീറ്റർ എന്ന് ആൻസർ കിട്ടും. ഓക്കെ, MM വേണേൽ നമുക്ക് ആക്കാം. അപ്പോൾ അതാണ് ഫസ്റ്റ് ഡെയിലി കൺസെപ്റ്റ് യൂസ്. ഇനി അടുത്തത് വാട്ടർ ഡിസ്ചാർജ് കണ്ടുപിടിക്കണം മീറ്റർ ക്യൂബിൽ. അതിനെന്താ ചെയ്യേണ്ടത്, ടോട്ടൽ വാട്ടർ റിക്വയർഡ് ഇൻ 10 days. അപ്പം 10 ദിവസത്തേക്ക് മൊത്തത്തിൽ എന്തുമാത്രം വെള്ളം വേണമെന്ന് ആദ്യം നമുക്ക് കണ്ടുപിടിക്കണം. അതിന് മൊത്തത്തിൽ ആ ഏരിയ എത്രയുണ്ട്, 3000 ഹെക്ടേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ 3000 ഹെക്ടേഴ്സിനെ നമുക്ക് ഇനി മീറ്റർ സ്ക്വയറിലോട്ടാക്കണം. ഇൻറ്റു 10⁴ ചെയ്യണം അല്ലേ. ഒരു ഹെക്ടർ എന്ന് പറഞ്ഞാൽ 10⁴ മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഇൻറ്റു 10⁴ ചെയ്തു. ഇൻറ്റു ആൻസർ 15.68 സെന്റിമീറ്റർ ആണ്. നമുക്കത് മീറ്റർ ക്യൂബിലോട്ട് കിട്ടണം. അപ്പം ഡിവൈഡ് ബൈ 100 ചെയ്യുമ്പം അത് നമുക്ക് മീറ്ററിലോട്ട് ആക്കാൻ പറ്റും. അപ്പം ആ കിട്ടുന്ന വാല്യൂ ഇൻറ്റു അത്രയും ഏരിയ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 10 ദിവസത്തേക്ക് വേണ്ട എന്ത് കിട്ടി, വാട്ടർ വോളിയം കിട്ടി. അത് മീറ്റർ ക്യൂബിലുള്ള ആൻസർ കിട്ടി. ഇനി നമുക്ക് ഡിസ്ചാർജ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പം ഇതെന്ന് പറയുന്നത് 10 ദിവസത്തേക്കുള്ളതാണ്. നമുക്ക് ഡിസ്ചാർജ് എങ്ങനെയാണ് വേണ്ടത്, മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ് വേണ്ടത് അല്ലേ. അപ്പം നമുക്ക് ഇപ്പം കിട്ടിയ ടോട്ടൽ വാട്ടർ ഡിവൈഡഡ് ബൈ ഒരു ദിവസത്തേക്ക് ആക്കണമെങ്കിൽ ഇപ്പം 10 ദിവസത്തേക്ക് കയ്യിലുള്ളത്. അപ്പം ഡിവൈഡ് ബൈ 10 ചെയ്യുമ്പോൾ ഒരു ദിവസത്തെ കിട്ടി. അപ്പം 1 day ആയുള്ളൂ. അപ്പം മീറ്റർ ക്യൂബ് പെർ ഡേ ആൻസർ ആയിട്ടുള്ളൂ. ഇനി അതിന് സെക്കൻഡ് ആക്കണം. അപ്പം മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആക്കാൻ വേണ്ടി ഡിവൈഡ് ബൈ 10 ചെയ്തു. അതിൻ്റെ ഒന്നുകൂടെ ഡിവൈഡ് ബൈ 24 എന്ന് പറയുമ്പം അവറായി. ഇനി അതിനെ മിനിറ്റും സെക്കൻഡും ആയി കൺവേർട്ട് ചെയ്യണം. അപ്പം ഇൻറ്റു 60 × 60 അപ്പോൾ 3600 എന്നായി. അത്രയും വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ക്യുമക്കിലായിരിക്കും, എന്ന് വെച്ചാൽ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലായിരിക്കും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, അപ്പം സംഭവം എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഓക്കെ, ആദ്യം അവൈലബിൾ മോയ്സ്ചർ കണ്ടുപിടിച്ചു. ഇനിയും ഓരോ ദിവസത്തെ കണ്ടുപിടിക്കാൻ ഡിവൈഡ് ബൈ 10 ചെയ്തു, അത് കണ്ടുപിടിച്ചു, അത് കഴിഞ്ഞു. ഇനിയും ടോട്ടൽ വാട്ടറിനെ കണ്ടുപിടിക്കുക. അതേ ഡിവൈഡ് ബൈ 10 ചെയ്തു, അതിനെ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പം നമുക്ക് മീറ്റർ ക്യൂബിലുള്ള ടോട്ടൽ വാട്ടർ ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏകദേശം അതേപോലെ തന്നെയാണ്. ഫോളോയിങ് ഡാറ്റ നിങ്ങൾ നോക്കുക. ഒരു ക്രോപ്പിന് ഹെൽത്തി ആയിട്ട് ഗ്രോ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്, ഫീൽഡ് കപ്പാസിറ്റി ഉണ്ട്, പെർമനന്റ് വിൽട്ടിംഗ് പോയിന്റ് തന്നിട്ടുണ്ട്, ഡെൻസിറ്റി ഓഫ് സോയിൽ തന്നിട്ടുണ്ട് കേട്ടോ. ക്വസ്റ്റിനകത്ത് ഡെൻസിറ്റി ഓഫ് സോയിൽ തന്നിട്ടുണ്ട്. അതേപോലെ അത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അതേപോലെ എഫക്റ്റീവ് ഡെപ്ത് ഓഫ് റൂട്ട് സോൺ തന്നിട്ടുണ്ട്. ഡെയിലി കൺസെപ്റ്റീവ് യൂസ് തന്നിട്ടുണ്ട്. ഫോർ ഹെൽത്തി ഗ്രോത്ത് മോയ്സ്ചർ കണ്ടന്റ് മസ്റ്റ് നോട്ട് ഫോൾ ബിലോ 25%. അതുപോലെ തന്നെ ക്രോപ്പ് നന്നായിട്ട് വളരണമെങ്കിൽ സോയിലിൻ്റെ മോയ്സ്ചർ 25% ഓഫ് ദി വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റിയിൽ നിന്ന് താഴല്ലേ എന്നും പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ
ഡിറ്റർമൈൻ ദി വാട്ടറിങ് ഇൻ്റർവൽസ് ഇൻ ഡേയ്സ് എന്ന് വെച്ചാൽ ഫ്രീക്വൻസി ഓഫ് ഇറിഗേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്തുമാത്രം ദിവസങ്ങൾ കൂടുമ്പം ഇറിഗേഷൻ ചെയ്യണം, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പം എങ്ങനെയായിരിക്കും? 30% ആണ് അവിടുത്തെ മാക്സിമം ആ സോയിലിന് എടുക്കാൻ പറ്റുന്നത്. അപ്പം അതിൽ നിന്ന് ഏറ്റവും കുറവ് എന്ന് പറഞ്ഞാൽ അത് അങ്ങ് വീണ് പോകുന്ന അതിനെയാണല്ലോ നമ്മൾ പെർമനന്റ് വിൽട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം അതിനോട് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അതിൻ്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പം 30 - 11 ചെയ്യുമ്പോൾ 19% കിട്ടും. ഓക്കെ, അപ്പം ഇനി ഒപ്റ്റിമം മോയിസ്ചർ എന്ന് പറഞ്ഞാൽ അപ്പം എന്തായിരിക്കും? മാക്സിമം എന്ന് പറയുന്നത് 30 അല്ലേ? അപ്പം ആ 30 മൈനസ് ഈ 19% അല്ലേ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി, അതിൻ്റെ 25%ഓളം ഹെൽത്തി ആയിട്ട് ഗ്രോ ചെയ്യണമെങ്കിൽ വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 100%-ൽ നിന്ന് 25% കുറയ്ക്കുമ്പോൾ ബാക്കി 75% ആണ്. അപ്പം അതിനെയാണ് അവിടെ 30 മൈനസ് 0.75 ഇൻറ്റു ആ 19% ചെയ്തിരിക്കുന്നത്. അപ്പം അത്രയും പെർസെൻറ്റേജ് ആണ് ഒപ്റ്റിമം മോയിസ്ചർ. MO കിട്ടും. എന്നിട്ട് MO കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് DWയുടെ ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കാം. അവിടെ DWനകത്ത് ഗാമ ഡി ആണ് ക്വസ്റ്റിന് തന്നിരിക്കുന്ന ഡെൻസിറ്റി ഓഫ് സോയിൽ. അത് kg/m³ ആണ്. അപ്പം എന്താണ് ഡെൻസിറ്റി ഓഫ് വാട്ടർ നമുക്ക് വേണം അല്ലേ? അപ്പോൾ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് kg/m³, അതിൻ്റെ യൂണിറ്റ് എന്ന് വെച്ചാൽ 1000 kg/m³ ആണ്. അതൊക്കെ അറിഞ്ഞു വെക്കണം. അപ്പം ഡിവൈഡ് ബൈ 1000 ചെയ്യുക. പിന്നെ ബാക്കി വാല്യൂസ് ഡിയുടെ വാല്യൂ MM കൊടുത്തു, ബാക്കി പെർസെൻറ്റേജ് ഒക്കെ റേഷ്യോ ആക്കി കൺവേർട്ട് ചെയ്ത് എഴുതുക. അപ്പോൾ അത്രയും MM എന്ന് പറഞ്ഞത് കാര്യം നമ്മൾ എഫക്റ്റീവ് ഡെപ്ത് 700 mm എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പം അത്രയും MM എന്ന് വെച്ചിട്ട് കിട്ടും. എന്ത്? DW കിട്ടും. ഇനി ക്വസ്റ്റിനകത്ത് കൺസെപ്റ്റീവ് ഡെയിലി യൂസ് 12 mm എന്ന് തന്നിട്ടുണ്ട്. അപ്പം എന്താണ് ഇനി വാട്ടറിങ് ഇൻ്റർവൽ അപ്പം എത്ര ആയിരിക്കും? ആ കിട്ടുന്ന DW ഡിവൈഡ് ബൈ കൺസെപ്റ്റ് യൂസ് ചെയ്യുമ്പം അത്രയും ഡേയ്സ് എന്ന് കിട്ടും. അതാണ് ആൻസർ. ഓക്കെ, മറ്റേ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്തു. തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിന് നേരെ ഓപ്പോസിറ്റ് ബാക്കിലോട്ട് നമ്മൾ ചെയ്തു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ കൺസെപ്റ്റീവ് യൂസ് റിക്വയർമെൻറ്റ് ഓഫ് എ ക്രോപ്പ് ആർ 0.2 cm/day ഫോർ ഡേയ്സ് 1 to 15. ഓക്കെ, അപ്പം നമ്മൾ 1 to 15 ഡേയ്സിലേക്ക് വേണ്ട ആ ക്രോപ്പിന് വേണ്ട വാട്ടറിൻ്റെ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ 0.2 cm ആയിരുന്നു പെർ ഡേ. ഓക്കെ, ആദ്യത്തെ 15 ദിവസം. ഇനിയും ബാക്കി 16 തൊട്ട് 40th ഡേ വരെ ആ ക്രോപ്പിന് പെർ ഡേ 0.3 cm ആയിരുന്നു അതിൻ്റെ കൺസെപ്റ്റീവ് യൂസ്. അതേപോലെ തന്നെ ബാക്കി 41 തൊട്ട് 50 ദിവസത്തേക്ക് 0.5 cm ആയിരുന്നു. ബാക്കി 51 തൊട്ട് 55 ഡേയ്സിലേക്ക് അത്രയും ദിവസത്തേക്ക് 0.1 cm പെർ ഡേ ആയിരുന്നു. അങ്ങനെ കൺസെപ്റ്റീവ് യൂസ് തന്നിട്ടുണ്ട്. എഫക്റ്റീവ് റെയിൻഫോൾ ഓഫ് 3.5 cm distributed uniformly during the 36th and 45th days. Both inclusive is predicted. ഓക്കെ, അതേപോലെ പറഞ്ഞിരിക്കുന്നത് 36ാമത്തെ ദിവസം തൊട്ട് 45ാമത്തെ ദിവസം വരെ എഫക്റ്റീവ് റെയിൻഫോൾ ഉണ്ടായിരുന്നു അവിടെ. എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഒരേപോലെ 3.5 cm വെച്ചിട്ട് റെയിൻഫോൾ കിട്ടിക്കൊണ്ടിരുന്നു. അതാണ് ആ സെൻറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം 36ാമത്തെ ദിവസവും അവിടെ എണ്ണണം, 45ാമത്തെ ദിവസവും അതിൽ എണ്ണണം. അതാണ് ബോത്ത് ഇൻക്ലൂസീവ്, രണ്ടും കൂട്ടണം എന്നാണ് അതിൻ്റെ അർത്ഥം. And the question, compute the total quantity of water in meter cube to be delivered to a 50-hectare plot for the whole crop season with a pre-sowing requirement of 5 cm of water. അപ്പം കണ്ടുപിടിക്കുന്നത് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ നമ്മൾ 50 ഹെക്ടർ ഓഫ് ലാൻഡിലോട്ട് എന്തുമാത്രം ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ കൊടുക്കണം. അതേപോലെ പ്രീ സോയിങ് എന്ന് വെച്ചാൽ ആ ഒരു കൃഷി തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ഒരു 5 cm ഓഫ് വാട്ടർ എക്സ്ട്രാ നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇത്രയും എല്ലാം കൊണ്ട് നോക്കിയിട്ട് ടോട്ടൽ എന്തുമാത്രം വെള്ളം കൊടുക്കണം എന്നാണ്, 50 ഹെക്ടർ ഓഫ് ലാൻഡിന് എന്തുമാത്രം വെള്ളം കൊടുക്കണം എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം എന്തെടുക്കണം? വാട്ടർ റിക്വയർമെൻറ്റ്സ് പെർ ഹെക്ടർ ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം ആദ്യത്തെ 1 തൊട്ട് 15 ഡേയ്സ് വരെ, അപ്പം എത്ര ദിവസം ഉണ്ട് അതിൽ? 15 ദിവസം ഉണ്ട് അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് 15 ഡേയ്സിലേക്ക് 0.2 cm പെർ ഡേ ആയിരുന്നു എന്ത് കൺസെപ്റ്റീവ് യൂസ്. അപ്പോൾ ഇത് പെർ ഹെക്ടർ ആക്കുമ്പം എന്താണ്? 15 ഇൻറ്റു 0.2 ഡിവൈഡഡ് ബൈ ആ സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ വേണ്ടി ഡിവൈഡ് ബൈ 100 ചെയ്തു ഇൻറ്റു പെർ ഹെക്ടർ അല്ലേ, ഒരു ഹെക്ടറിനേക്കുള്ളൂ. അപ്പോൾ ഇൻറ്റു 10⁴ എന്ന് വെച്ചാൽ 1 ഹെക്ടർ എന്ന് പറഞ്ഞാൽ 10⁴ മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഇൻറ്റു 10⁴ ചെയ്യും. അപ്പോൾ അത്രയും മീറ്റർ ക്യൂബ് എന്ന് കിട്ടി. ഓക്കെ, നമ്മൾ വോളിയമാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അടുത്തത് 16 തൊട്ട് 40 ദിവസം വരെ 0.3 cm പെർ ഡേ ആയിരുന്നു കൺസെപ്റ്റീവ് യൂസ്. അപ്പം മൊത്തത്തിൽ 16 തൊട്ട് 40 എന്ന് പറയുമ്പോൾ മൊത്തം 25 ദിവസമുണ്ട്. അപ്പോൾ അവിടെയും കണ്ടുപിടിക്കുക. 25 ഇൻറ്റു 0.3 ഡിവൈഡ് ബൈ അതിനെ സെൻറ്റിമീറ്റർ മീറ്റർ ആക്കാൻ ഡിവൈഡ് ബൈ 100 ഇൻറ്റു 10⁴ ചെയ്യുമ്പോൾ അത്രയും മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. അങ്ങനെ ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്ന അത്രയും ദിവസങ്ങളുടെയും കണ്ടുപിടിക്കുക.
എന്നിട്ട് ലാസ്റ്റ് പ്രീ സോയിങ് റിക്വയർമെൻറ്റ് അത് ക്വസ്റ്റിന് പറയുന്നുണ്ട് 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പം 5 ഡിവൈഡ് ബൈ അതിനെ മീറ്റർ ആക്കാൻ വേണ്ടി ബൈ 100 ഇൻറ്റു 10⁴ ചെയ്യുക. അപ്പം 500 മീറ്റർ ക്യൂബ് എന്ന് കിട്ടി. ഇനി അതിൻ്റെ എല്ലാം കൂടി ടോട്ടൽ കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട് എഫക്റ്റീവ് റെയിൻഫോൾ. ഇപ്പം ഇത്രയും വോളിയം ഓഫ് വാട്ടർ ആണ് ആ ഒരു കൃഷി സ്ഥലത്തോട്ട് കിട്ടേണ്ടത്. ഓക്കെ, പെർ ഹെക്ടറിൽ, ഒരു ഹെക്ടറിൽ ഇത്രയും എമൗണ്ട് ഓഫ് വെള്ളം വേണം. അങ്ങനെയാണെങ്കിൽ എഫക്റ്റീവ് റെയിൻഫോൾ പെർ ഹെക്ടർ ഡ്യൂറിങ് 36th and 45th ഡേ എന്ന് വെച്ചാൽ മൊത്തത്തിൽ എത്ര ദിവസം എണ്ണി നോക്കും. 36 തൊട്ട് 45 എന്ന് പറയുമ്പം ആ 36ഉം 45ഉം എണ്ണണം. അങ്ങനെയാണെങ്കിൽ 10 ദിവസമുണ്ട്. ആ 10 ദിവസം ഒരു ഹെക്ടറിന് കിട്ടുന്ന എഫക്റ്റീവ് റെയിൻഫോൾ ക്വസ്റ്റിന് പറയുന്നുണ്ട് എത്രയാ 3.5 സെൻറ്റിമീറ്റർ എന്നുള്ളത്. അപ്പം അത് മൊത്തത്തിൽ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ 3.5 ഡിവൈഡ് ബൈ 100 ചെയ്യുക മീറ്റർ ആക്കാൻ വേണ്ടി. ഇൻറ്റു 10⁴ ചെയ്യുമ്പം 350 മീറ്റർ ക്യൂബ് എന്ന് കിട്ടി. ഓക്കെ, അപ്പം നമുക്ക് നെറ്റ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും ഒരു ഹെക്ടറിലേക്ക് വേണ്ടത്? ആ 2100 നിന്ന് ബാക്കി 350 കുറയ്ക്കാമല്ലോ. കാര്യം അത്രയും 350യോളം നമുക്ക് മഴയായിട്ട് കിട്ടും. അപ്പം നമ്മളായിട്ട് കൊടുക്കേണ്ടത് 1750 മീറ്റർ ക്യൂബാണ് മൈനസ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പം ഇത് പെർ ഹെക്ടർ ആയിരുന്നു, ഒരു ഹെക്ടറിന് വേണ്ടി. അപ്പം 50 ഹെക്ടറിന് എത്ര ആയിരിക്കണം? അത് ഇൻറ്റു 50 ചെയ്താൽ പോരെ. അപ്പം അത്രയും മീറ്റർ ക്യൂബ്. അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇതും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സിമ്പിൾ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എ വാട്ടർ കോഴ്സ് കമാൻഡ്സ് ആൻഡ് ഇറിഗേറ്റഡ് ഏരിയ 1000 hectares. ഓക്കെ, അപ്പോൾ അവിടുത്തെ മൊത്തത്തിൽ CC എന്ന് പറയുന്നത് 1000 hectares ആണെന്ന് വിചാരിക്കുക. ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ ഓഫ് റൈസ് ഇൻ ദിസ് ഏരിയ ഈസ് 70%. അത്രയും ഏരിയയിലെ നമ്മൾ റൈസ് ക്രോപ്പ് വളർത്താൻ വേണ്ടി അതിൽ 70%ഓളം യൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏരിയ അണ്ടർ ഇറിഗേഷൻ കണ്ടുപിടിക്കാമല്ലോ. 1000 ഇൻറ്റു 70%ൻ്റെ 700 hectares കിട്ടി. ഓക്കെ, അത്ര ആയല്ലോ. ഇനിയും ദ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് റൈസ് ക്രോപ്പ് ടേക്സ് 15 days. അപ്പം ഈ റൈസ് നമ്മൾ അല്ലാതെ വേറെ ഗ്രോ ബാഗിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ ഇങ്ങനെ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം ആ ഒരു സ്ഥലത്തിലോട്ട്, ഫീൽഡിലോട്ട്. അപ്പോൾ അതിന് 15 ദിവസം എടുക്കും. ആൻഡ് ഡ്യൂറിങ് ട്രാൻസ്പ്ലാന്റേഷൻ പീരിയഡ് ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ റിക്വയർഡ് ബൈ ദി ക്രോപ്പ് ഓൺ ദി ഫീൽഡ് ഇസ് 500 mm. അപ്പോൾ ആ സമയത്തേക്ക് അത്രയും ദിവസം ഇങ്ങനെ മാറ്റുന്നതിന് മൊത്തത്തിൽ ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ വേണ്ടി വരുന്നത് 500 mm ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ പീരീഡിൽ നമുക്ക് മഴയും കിട്ടി, യൂസ്ഫുൾ റെയിൻഫോളും കിട്ടി. എത്രയാ? 120 mm കിട്ടി. അപ്പോൾ മൊത്തത്തിൽ എന്തുമാത്രം ഡെപ്ത് ഓഫ് വാട്ടർ വേണ്ടി വരും? 500 mm ആണ് മൊത്തത്തിൽ വേണ്ടത്. അതിൽ 120ഓളം മഴയായിട്ട് കിട്ടി. അപ്പോൾ എഫക്റ്റീവ് ഡെപ്ത് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 500 മൈനസ് 120. അപ്പം ബാക്കി 380 mm അല്ലെങ്കിൽ 0.38 മീറ്റർ ആണ് അവിടുത്തെ എഫക്റ്റീവ് ഡെപ്ത് നമ്മളായിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതും കണ്ടുപിടിച്ചു. അത്രയായി. ഇനിയും ഫൈൻഡ് ദി ഡ്യൂട്ടി ഓഫ് ദി ഇറിഗേഷൻ വാട്ടർ ഫോർ ക്രോപ്പ് ഓൺ ദി ഫീൽഡ് ഡ്യൂറിങ് ദി ട്രാൻസ്പ്ലാന്റേഷൻ. അപ്പോൾ ഡ്യൂട്ടി ഓഫ് ദി ഇറിഗേഷൻ വാട്ടർ കണ്ടുപിടിക്കണം. എവിടെയത്തെ? അറ്റ് ദി ഫീൽഡ്. അതേപോലെ ഓൾസോ അറ്റ് ദി ഹെഡ് ഓഫ് ദി വാട്ടർ കോഴ്സ്. അപ്പോൾ ആ ഒരു കനാൽ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഹെഡ് പോർഷനിലെയും ഡ്യൂട്ടി കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യമേ ഡ്യൂട്ടി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ 8.64 ഇൻറ്റു ബി എന്ന് വെച്ചാൽ ബേസ് പീരീഡ് ഡിവൈഡ് ബൈ ഡെൽറ്റ. ഇവിടെ ഡെൽറ്റയ്ക്ക് വേറൊരു സിമ്പിളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എനിവേ അത് ചെയ്യുക. 50 ബി എന്ന് പറയുന്നത് എത്ര ഡേയ്സ് ആണ് ബേസ് പീരീഡ്? അത് 15 എന്ന് ക്വസ്റ്റിനെ പറയുന്നുണ്ട്. ഡിവൈഡ് ബൈ 0.38 ഇല്ലേ, അതാണ് അവിടുത്തെ ഡെൽറ്റയുടെ വാല്യൂ. അപ്പോൾ അത് ചെയ്യുക. അപ്പോൾ അത്രയും ഹെക്ടർ പെർ ക്യൂബിക് എന്ന് ആൻസർ കിട്ടി. ഇനി എന്താണ്? ഇതിപ്പം ഫീൽഡിലെ കിട്ടി. ഇനിയിപ്പം നമുക്ക് അറ്റ് ദി ഹെഡ് ഓഫ് ദി വാട്ടർ കോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടെ പറയുന്നുണ്ട് അസ്യൂമിങ് ലോസ് ഓഫ് വാട്ടർ ടു ബി 20%. അപ്പം 20%ഓളം ലോസ് ആയെന്ന്. അപ്പം എന്ന് വെച്ചാൽ ബാക്കി എത്ര? 80% ഉള്ളൂ. അപ്പം നമുക്ക് തൊട്ട് മുന്നേ കിട്ടുന്ന അറ്റ് ദി ഫീൽഡിലെ ഡ്യൂട്ടിയുടെ 80% ആയിരിക്കും അറ്റ് ദി ഹെഡ് ഓഫ് ദി വാട്ടർ കോഴ്സ്. അപ്പം ആ ആൻസർ ഇൻറ്റു 80/100 ചെയ്യുക. അപ്പം അത്രയും ഹെക്ടർ പെർ ക്യൂബിക് എന്നുള്ളതാണ് ഡ്യൂട്ടി അറ്റ് ദി ഹെഡ് ഓഫ് ദി വാട്ടർ കോഴ്സ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഓൾസോ കാൽക്കുലേറ്റ് ദി ഡിസ്ചാർജ് റിക്വയർഡ്. അപ്പോൾ എന്താണ്? നമുക്ക് ക്വസ്റ്റിനകത്ത് ഏരിയ തന്നിട്ടുണ്ട് അല്ലേ, ഏരിയ ഉണ്ട്, അതുപോലെ തന്നെ ഡ്യൂട്ടി ഉണ്ടെങ്കിൽ അത് എന്നോട് ഡിവൈഡ് ചെയ്താൽ പോരെ. 700 ഡിവൈഡ് ബൈ 272.8. അപ്പോൾ അത്രയും 2.57 ക്യൂബിക് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. കാര്യം ഇതിനകത്ത് പ്രത്യേകം വേറൊരു ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. എല്ലാം നമ്മൾ പഠിച്ച ഇക്വേഷൻസ് തന്നെയാണ്. ഇക്വേഷൻസ് ഒന്നും ഇല്ല, എല്ലാം മനസ്സിലാക്കുക. 8.64 ആ ഇക്വേഷനല്ലേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ബേസ് പീരിയഡ്, intensity of irrigation and duty of water for various crops under the canal systems are given.
അപ്പോൾ ബേസ് പീരീഡ് തന്നിട്ടുണ്ട്. നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ ഇല്ല, ഇങ്ങനെ ടേബിൾ വെച്ചിട്ട് എന്നിട്ട് ആ റിസർവേൻ്റെ കപ്പാസിറ്റി കണ്ടുപിടിക്കുന്നത് അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത് ചെയ്ത രീതിയിൽ ഒരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. തന്നിട്ടുണ്ട് ഡിറ്റർമൈൻ ദി റിസർവേ കപ്പാസിറ്റി ഇഫ് ദി കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ ഇസ് 400 hectares ആൻഡ് കനാൽ ലോസസ് ആർ 25% ആൻഡ് റിസർവേ ലോസസ് ആർ 15%. അപ്പം ലോസസ് തന്നിട്ടുണ്ട്, മൊത്തം ഉള്ള ഏരിയ തന്നിട്ടുണ്ട്. അപ്പം ടേബിള് ഒന്നുകൂടെ വരയ്ക്കുക, എന്നിട്ട് അതിൽ ക്രോപ്പ് എഴുതുക, ബേസ് പീരീഡ് എഴുതുക, പിന്നെ ക്വസ്റ്റിനകത്ത് ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റിനകത്ത് മൊത്തത്തിലുള്ള ഏരിയ തന്നിട്ടുള്ളൂ 400 hectares എന്നുള്ളത്. അപ്പം നമ്മൾ ഓരോന്നിനെയും പ്രത്യേകം ഏരിയ കണ്ടുപിടിക്കണം. ബാക്കി ക്വസ്റ്റിനകത്തൊക്കെ ഏരിയ തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇതുപോലത്തെ സെയിം ക്വസ്റ്റ്യൻ തൊട്ട് മുന്നേ കണ്ടതും ഞാൻ പണ്ട് പഠിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞതൊക്കെ അതിൽ ഏരിയ ഓരോന്നിനും വീറ്റിൻ്റെ ഏരിയ തരുമായിരുന്നു. ഇതിപ്പോൾ നമ്മൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷനാണ് തന്നിരിക്കുന്നത്. അപ്പം ഏരിയ ഉണ്ട് ക്രോപ്പ് കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ്? മൊത്തത്തിൽ 400 hectares ആണ്. 400 hectares ഇൻറ്റു വീറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ 20% ആണ്. അപ്പം 400 ഇൻറ്റു 20/100 ചെയ്യുമ്പോൾ നമുക്ക് 8000 hectares കിട്ടും. അങ്ങനെ ഓരോന്നിൻ്റെയും ഏരിയ അണ്ടർ ക്രോപ്പ് കണ്ടുപിടിക്കുക. അടുത്തത് ഡ്യൂട്ടി, അത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതേപോലെ എഴുതുക. പിന്നെ അടുത്തത് ഡിസ്ചാർജ് റെക്വേർഡ് എന്ന് പറയുന്നത് എന്താണ്? ആ 4th കോളം ഡിവൈഡ് ബൈ 5th കോളം ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്ചാർജ് കിട്ടും. ഇനി അടുത്തത് നമ്മൾ തൊട്ട് മുന്നേ ആ ഒരു കോളം വരച്ചിരിക്കുന്നതിന് മുന്നേ സൊല്യൂഷൻ്റെ അവിടെ എഴുതിയിട്ടുണ്ട്. നോട്ട് ദാറ്റ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഈക്വൽ ടു ക്യൂ ഇൻറ്റു ബി. അപ്പം ക്യൂ എന്ന് പറയുന്നത് ക്യുമക്കിലും ബി എന്ന് പറയുന്നത് ഡേയ്സിലുമാണ്. അപ്പം നമ്മൾ അതിനെ മീറ്റർ ക്യൂബിലായിട്ട് നമുക്ക് ആൻസർ വേണം. അതുകൊണ്ട് നമ്മൾ 8.64 ഇൻറ്റു 10⁴ ഇൻറ്റു ക്യൂവിന് കിട്ടിയ വാല്യൂ ഇൻറ്റു ബി. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മീറ്റർ ക്യൂബിലോട്ട് ആൻസർ കിട്ടും. അതൊരു കൺവേർഷൻ ആണ്. ഓക്കെ, ഈ ഒരു ആൻസറിനകത്ത് നമ്മൾ മീറ്റർ ക്യൂബിൽ ആൻസർ കണ്ടുപിടിച്ചിരിക്കുന്നത്. മറ്റേ പ്രോബ്ലത്തിനകത്തൊക്കെ നിങ്ങൾ നോക്കിയറിയാം, അത് ഹെക്ടർ മീറ്ററിലൊക്കെയാണ് ആൻസർ കിട്ടിയിരിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ മീറ്റർ ക്യൂബിൽ ഇവർ സൊല്യൂഷൻ ചെയ്തപ്പോൾ മീറ്റർ ക്യൂബിൽ ചെയ്തതേ ഉള്ളൂ. അതുകൊണ്ട് അവർ ആ യൂണിറ്റ് കൺവേർട്ട് ചെയ്തിട്ടാണ് ലാസ്റ്റ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു ടേബിൾ, ഒരു കോളം കൂടെ എക്സ്ട്രാ വെച്ച് കണ്ടുപിടിച്ചിരിക്കുന്നത്. മറ്റേടത്ത് നമ്മൾ ആ ഡിസ്ചാർജ് റെക്കോർഡ് വെച്ച് തന്നെയാണ് ബാക്കി ആ ലോസസ് ഒക്കെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ അവർ ഒരു ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ എന്നൊരു കോളം കൂടെ കൊടുത്തു. അപ്പോൾ അവിടെ എന്തെടുത്തു? 8.64 ഇൻറ്റു 10⁴ ഇൻറ്റു ക്യൂ എന്ന കോളം എന്ന് വെച്ചാൽ ക്യൂ എന്ന കോളം 6th കോളം ഇൻറ്റു ബി എന്ന കോളം എന്ന് വെച്ചാൽ മറ്റേ ബേസ് പീരീഡിൻ്റെ കോളം, അതായത് 2nd കോളം മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഒരു ആൻസർ കിട്ടും. അത് മീറ്റർ ക്യൂബിലായിരിക്കും. ഓക്കെ, ഇനി എന്നിട്ട് എന്തെടുക്കണം? റിസർവേ കപ്പാസിറ്റി എന്ന് പറയുന്നത് ആ കിട്ടുന്ന ആൻസർ ഡിവൈഡഡ് ബൈ, ഇവർ 2 സ്റ്റെപ്പിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ വേണം ചെയ്യാനേ ഉള്ളൂ. ആ കിട്ടുന്ന ടോട്ടൽ വാല്യൂ ഡിവൈഡഡ് ബൈ ലോസസ് പറഞ്ഞിരിക്കുന്നത് 25%, റിസർവേ ലോസസ് 15% ആണ്. അപ്പം 100% 25%, 100ൽ നിന്ന് 25 കുറച്ചാൽ എത്രയാ? 75 അല്ലേ? അതുപോലെ തന്നെ 100ൽ നിന്ന് 15 കുറച്ചാൽ 85. അപ്പം ആ കിട്ടിയ 403 ഡിവൈഡഡ് ബൈ 0.75 ഇൻറ്റു 0.85 അങ്ങനെ ചെയ്താൽ മതി. 2 സ്റ്റെപ്പായിട്ട് ഇവർ ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ല. 403.52 ഇൻറ്റു 10⁶ ഡിവൈഡ് ബൈ 0.75 ഇൻറ്റു താഴെ തന്നെ 0.85 ചെയ്യുക. ആ കിട്ടുന്ന ആൻസർ ആയിരിക്കും 633 എന്നായിരിക്കും കിട്ടുന്നത്. ഇൻറ്റു 10⁴ മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ, മറ്റേ പ്രോബ്ലം പോലെ തന്നെ ഇവർ ആകപ്പാട് എക്സ്ട്രാ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ 2ആയിട്ട് ലാസ്റ്റത്തെ ആ ഒരു വാല്യൂസ് ചെയ്തു. പിന്നെ എക്സ്ട്രാ ഒരു കോളവും കൂടെ വന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിലവർ മീറ്റർ ക്യൂബിലാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു മാറ്റം വന്നത്. 8.64 ഇൻറ്റു ക്യൂ ഇൻറ്റു ബി എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ അവർ കൺവേർട്ട് ചെയ്തു, ഹെക്ടറിനെ മാറ്റിയതാണ്. ഓക്കെ, അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങളിത് പഠിക്കുക, എന്നിട്ട് ലെക്ചർ നോട്ട് എഴുതുക. ഇതിൽ എത്ര ക്വസ്റ്റ്യൻ ഉണ്ടായെന്ന് എനിക്ക് ഓർമ്മയില്ല. എനിവേ ഇതിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വായിക്കുക കണ്ടു കഴിയുമ്പോഴേക്കും ഓക്കെ ഇതുപോലത്തെ പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു 5 പ്രോബ്ലംസ് എഴുതി അപ്ലോഡ് ചെയ്യുക. ഓക്കെ.